അബു ഇബ്രാഹിമിൻ്റെ സർഗസബരിയെപ്പറ്റി സംസാരിക്കുവാൻ ചിത്രകാരന്മാരും കാർട്ടൂണിസ്റ്റുകളും എഴുതല അക്കാദമിയുടെ അംഗങ്ങളുമെല്ലാം സന്നിഹിതരായിരിക്കുന്ന ഒരു സദസ്സിൽ എനിക്ക് എന്താണ് യോഗ്യത എന്ന് ഒരു പ്രാരംഭവാചകം വിനയത്തിൻ്റെ ഭാഷയിൽ ചോദിക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാർട്ടൂൺ എന്ന സവിശേഷമായിട്ടുള്ള ഒരു സാമൂഹ്യ വിഡംബന രീതി, വിമർശന രീതി 18ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത് എന്ന് ചരിത്ര പുസ്തകങ്ങൾ പറയും. എന്നാൽ അതിനും എത്രയോ മുമ്പ് സാഹിത്യത്തിലൂടെ തന്നെ നമ്മൾ ഈ സാമൂഹ്യ വിഡംബനം, സാമൂഹ്യ വിമർശനം നിർവഹിച്ചിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ചാക്യാന്മാരെയും തോലനെയുമൊക്കെ പെട്ടെന്ന് ഉദാഹരണമായി മനസ്സിലേക്ക് വരുമെങ്കിലും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇതിഹാസകാവ്യം എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന രാമായണത്തിൻ്റെ ആദ്യ രംഗം തന്നെയും അതിഗംഭീരമായ ഒരു കാർട്ടൂൺ, അക്ഷരങ്ങളിൽ വരയ്ക്കപ്പെട്ട ഒരു കാർട്ടൂൺ ആണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വാൽമീകി മഹർഷി അതുകൊണ്ട് കവി മാത്രമല്ല ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ് എന്ന് വിചാരിക്കുന്നതിൽ ഒരു പ്രത്യേക രസമുണ്ട്. ക്രൗഞ്ച മിഥുനങ്ങളെ അമ്പെയ്യുന്ന നിഷാദനോട് അരുത് കാട്ടാള എന്ന് പറയുന്ന ആ പ്രാരംഭ ശ്ലോകത്തിൽ നിന്നാണ് രാമായണം ഉണ്ടായത് എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കുമെങ്കിലും അതിൻ്റെ പിന്നിൽ മറ്റൊരു ദേശത്ത് പ്രതാപിയായി വാണിരുന്ന ഒരു മഹാരാജാവും രാജ്ഞിയും അവരുടെ ജീവിതത്തെ തകർത്ത ഒരു രാജാവിൻ്റെ കഥ വ്യംഗ്യമായിട്ട് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് വാൽമീകി എന്ന് വേണമെങ്കിൽ എന്ന് നമുക്ക് വിചാരിക്കാം. അത് രാവണനും മണ്ഡോദരിയുമല്ലാതെ മറ്റാരുമല്ല. തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ വേണ്ടി മറ്റൊരു ദേശത്ത് നിന്ന് മറ്റൊരു മിഥുനത്തിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയ നിഷാദൻ, കാട്ടാളൻ, അതിനോട് മാ നിഷാദ എന്ന് പറയുന്ന ഒരു പുതിയ രാഷ്ട്രീയ വിവക്ഷ വ്യാഖ്യാനം ആ ശ്ലോകത്തിന് സാധിക്കുമെങ്കിൽ അത് ആദികവി തൻ്റെ ആദികാവ്യത്തിലെ ആദ്യ കഥാസന്ദർഭത്തിൽ തന്നെ നിബന്ധിച്ച മഹത്തായ ഒരു കാർട്ടൂൺ പിറവിയുടെ നിദർശനമായിട്ട് നമുക്ക് ഇന്ന് വായിക്കാം. ഇപ്പോൾ നമ്മുടെ അബു ഇബ്രാഹിം മാവേലിക്കരയിൽ ആണ് ജനിച്ചത്. മാവേലിയുടെ കഥ സർവഗുണസമ്പന്നനായിട്ടുള്ള സകലലോക പ്രതാപിയായിട്ടുള്ള ഒരു മഹാരാജാവിനെ ഉയരം കുറഞ്ഞ ഒരാൾ ചവിട്ടിത്താഴ്ത്തിയ കഥയായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ വാമനൻ എന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ അവതാരം എന്നുള്ളതിൽ കവിഞ്ഞ് ഉയരം കുറഞ്ഞ ചെറിയ കുറുതായ അസൂയാലുവായ ഒരു മനുഷ്യനായിട്ട് അതിനെ ചിത്രണം ചെയ്തെടുത്താൽ അത് മറ്റൊരു കാർട്ടൂണായിട്ട് നമുക്ക് അനുഭവപ്പെടും. പ്രതാപിയായ എല്ലാം തികഞ്ഞ ഒരു മഹാരാജാവിനെ ചവിട്ടിത്താഴ്ത്തുന്ന ദൈവത്തിന് പോലും അസൂയ ഉണ്ടാക്കി, ദൈവം പോലും ചെറുതായി പോകുന്നു, വാമനനായി പോകുന്നു വലിയ പ്രതാപികളുടെ മുമ്പിൽ. അവനെ ചവിട്ടാൻ നമ്മളെപ്പോഴും ഒരു വലങ്കാല് ഓങ്ങിത്തന്നെ പിടിക്കുന്നു എന്ന അർത്ഥത്തിൽ അതിനെ വായിക്കുമ്പോൾ മാവേലിയുടെ കഥയും ഒരു കാർട്ടൂണായി, അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ കാർട്ടൂണായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ തൻ്റെ സർഗ സാന്നിധ്യം അറിയിക്കുകയും പിന്നീട് ലണ്ടനിലേക്ക് പറിച്ചു നടപ്പെടുകയും ആദ്യം മുംബൈയിലേക്കും പിന്നീട് ലണ്ടനിലേക്കും പറിച്ചു നടപ്പെടുകയും ചെയ്ത ഒരു വലിയ കാർട്ടൂണിസ്റ്റിനെയാണ് അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും എന്ന നിലയ്ക്ക് ഇന്ത്യ എന്നുള്ള വലിയ ഒരു ആദർശ രാഷ്ട്രത്തിൻ്റെയും വഴിപിരിഞ്ഞു പോയ 2 സഹോദര രാഷ്ട്രങ്ങളുടെയും ചരിത്രമെന്ന നിലയ്ക്കെല്ലാം നമ്മൾ ഈ സർഗാത്മകമായിട്ടുള്ള ഒരു വലിയ രഥ്യ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അബുവിൻ്റെ സ്ഥാനം കുറച്ചുകൂടി വ്യക്തമായിട്ട് സ്ഥാനപ്പെടുന്നതായിട്ട്, അടയാളപ്പെടുത്തപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബുവിന് മുമ്പ് ധാരാളം പ്രഗത്ഭരായിട്ടുള്ള കാർട്ടൂണിസ്റ്റ് നമുക്കുണ്ട്, അതിനുശേഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ശ്രീ പി ഉണ്ണി ആ പരമ്പരയിലെ ഏറ്റവും
കേമനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ മറ്റേ ഗാർഡിയൻ്റെ ഒരു കാർട്ടൂണിസ്റ്റിനെ അവർ ഗാർഡിയൻ പുറത്താക്കിയപ്പോൾ അതിൻ്റെ പേര് സ്റ്റീവ് ബെൽ എന്നാണ് എൻ്റെ ഓർമ്മ. സ്റ്റീവ് ബെല്ലിനെ പുറത്താക്കിയ സന്ദർഭത്തിൽ E.P. ഉണ്ണി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നല്ലൊരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. സ്റ്റീവ് ബെൽ വലിയ അപരാധമൊന്നും കാണിച്ച ആളല്ല. ഗാർഡിയൻ എന്ന് പറയുന്ന മഹത്തായ പത്രസ്ഥാപനം അങ്ങനെ ഡിസൻറ്റിനെ, എതിരഭിപ്രായങ്ങളെ പ്രകടിപ്പിക്കുന്ന, വിരുദ്ധോക്തികളെ പൊറുക്കാത്ത ഒരു പത്രസ്ഥാപനവുമല്ല. നമ്മൾ കണ്ടിട്ടുള്ള മഹത്തായിട്ടുള്ള മാതൃകാപരങ്ങളായിട്ടുള്ള ഒട്ടേറെ കാർട്ടൂണുകൾ ഗാർഡിയനിൽ വന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കഥ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് ഈ ഗാസ മുനമ്പിനെ ഒരു ശസ്ത്രക്രിയയുടെ പാടായിട്ട് നെതന്യാഹുവിൻ്റെ ഉദരത്തിൽ വരച്ചു ചേർത്തു എന്നുള്ളതായിരുന്നു സ്റ്റീവ് ബെൽ ചെയ്ത മഹത്തായ കുറ്റം. അതിനെ പുറത്താക്കുന്ന ആ സന്ദർഭം എത്തിയപ്പോൾ അതിനെ തൻ്റെ ഒരു സഹോദരനെ, അന്യദേശത്താണെങ്കിലും തൻ്റെ കാർട്ടൂൺ കുടുംബത്തിലെ ഒരു മൂത്ത ജ്യേഷ്ഠനെ പുറത്താക്കിയ ഖേദത്തോടെ ശ്രീ ഉണ്ണി എഴുതിയ ലേഖനത്തിൽ സന്ദർഭവശാൽ അബു എബ്രഹാമിനെ പരാമർശിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അബു എബ്രഹാം തൻ്റെ പേരിൽ അബു എന്ന് കൂട്ടിച്ചേർത്തതിനെ പറ്റിയാണ്. ഞാനിപ്പോൾ രാമൻ്റെ കഥ പറഞ്ഞപ്പോൾ ഈ ജാനകിയെ കുറിച്ച് ഓർക്കുകയായിരുന്നു. രാമൻ്റെ ഭാര്യയുടെ പേര് തൻ്റെ ഒരു മകൾക്കിട്ട അബുവിനെ ഓർക്കുകയായിരുന്നു. രാമൻ്റെ ഭാര്യയുടെ പേര് മാത്രമല്ല അദ്ദേഹം ഇട്ടത്, മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭാര്യയുടെ പേരും അദ്ദേഹം തൻ്റെ മറ്റൊരു മകൾക്ക് ഇട്ടു, ഐഷ എന്ന്. അങ്ങനെ മഹാനായ കവി മുഹമ്മദ് ഇക്ബാൽ ഇമാം ഈ ഹിന്ദ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് രാമൻ. മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ്റെ ദേശീയ കവി ആയതുകൊണ്ട് നമുക്ക് ഇത്തരം ഒരു സന്ധിയിൽ ഇവിടെ ഇപ്പോൾ അങ്ങനെ സംസാരിക്കാമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ കവിതയാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്ത് നിന്ന് ബഹിരാകാശത്ത് നിന്നിട്ട് ഇന്ത്യയെ ഭൂമിയിൽ ഈ നീലഗ്രഹത്തിൽ ഇന്ത്യ എന്ന ഭൂഖണ്ഡത്തെ നേരിട്ട് കാണുവാൻ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ, ദൂരക്കാഴ്ചയായി കാണുവാൻ ഭാഗ്യമുണ്ടായ രാകേഷ് ശർമ്മയോട് ഇന്ദിരാഗാന്ധി ഈ വിദൂര സംസാര ഉപകരണം വെച്ച് ചോദിച്ചു, ഇന്ത്യയെ കണ്ടപ്പോൾ, ഭൂമിയിൽ ഈ നീലഗ്രഹത്തിൽ നമ്മുടെ ജന്മദേശത്തെ കണ്ടപ്പോൾ എന്ത് തോന്നി എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് സാരെ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന മുഹമ്മദ് ഇക്ബാലിൻ്റെ, പാകിസ്ഥാൻ്റെ ദേശീയ കവിയുടെ വരികളാണ്. പാകിസ്ഥാൻ രൂപപ്പെടുന്നതിന് മുമ്പ്, ഇന്ത്യയും പാകിസ്ഥാനുമായി വേർപിരിയുന്നതിന് മുമ്പ് തന്നെ ഭാഗ്യവശാൽ മുഹമ്മദ് ഇക്ബാൽ മരിച്ചുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അന്ന് ടാഗോറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി കൂട്ടുവാനായിട്ട് സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അനുഗ്രഹാശിസ്സുകളോടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ കവികൾ ഇന്ത്യയുടെ ദേശീയ ബോധത്തെ ആളിക്കത്തിക്കുവാൻ വേണ്ടി കവിതകൾ സൃഷ്ടിക്കുകയും ഗാനമാക്കി സംഗീതം ചെയ്ത് പാടി ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുവാനും വേണ്ടിയിട്ട് നിർദ്ദേശമുണ്ടായപ്പോൾ ബങ്കിം ചന്ദ്രനും ടാഗോറുമെല്ലാം എഴുതിയ കൂട്ടത്തിൽ അതിഗംഭീരമായ ഒരു ദേശീയ ഗാനം, ഒരു ദേശഭക്തി ഗാനം എഴുതിയ കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. അതിൽ പലതുണ്ട്. അതിലൊന്നാണ് സാരെ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ളത്. ഞാനിവിടെ അത് പറയാൻ കാരണം, അബു തൻ്റെ പേര് മാത്യു എബ്രഹാം എന്ന പേര് അല്ലേ, അബു എബ്രഹാം എന്ന് മാറ്റിയതിൻ്റെ പിന്നിൽ ഈ വംശീയമായിട്ടുള്ള ഒരു മുൻകരുതൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഉണ്ണി ചൂണ്ടിക്കാണിച്ചതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒബ്സർവർ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ പത്രത്തിൻ്റെ പത്രാധിപർ അബുവിനെ വിളിച്ച് തൻ്റെ സ്ഥാപനത്തിൽ ചേർത്തപ്പോൾ തൻ്റെ ആദ്യകാലത്തെ മികച്ച കാർട്ടൂണുകളിലൂടെ അബു എബ്രഹാം എന്നുള്ള പേരിൽ അദ്ദേഹം കാർട്ടൂൺ വരച്ചു തുടങ്ങിയപ്പോൾ പത്രാധിപർ ഒരു മുൻകരുതൽ എന്നുള്ളതിലേക്ക് പറഞ്ഞു കൊടുത്താണ് ഈ എബ്രഹാം എന്നുള്ള പേര് അത്ര ശോഭിക്കുകയില്ല. കാരണം എബ്രഹാം എന്നുള്ള പേര് അവരുടെ ജൂതന്മാരുടെ ആദ്യ പിതാവിൻ്റെ പേരാണ്. അപ്പോൾ ജൂതം എന്ന് വിളിക്കാവുന്ന ഒരു പേരിനെ ഒരു കാർട്ടൂണിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ
അതിൽ വംശീയമായിട്ടുള്ള വിവക്ഷകൾ അറിയാതെ കൂടിക്കലരുമോ എന്ന് ഭയന്ന ഒരു ഗംഭീരനായ പത്രാധിപർ തൻ്റെ കാർട്ടൂണിസ്റ്റിന് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു, നമുക്ക് വേറെ എന്തെങ്കിലും പേര് ഉപയോഗിക്കാം. അങ്ങനെയാണ് എബ്രഹാമിൻ്റെ ചുരുക്കപ്പേരായി തന്നെ വീട്ടിൽ ചെല്ലപ്പേരായി വിളിച്ചിരുന്ന അബു എന്ന പേര് അദ്ദേഹം എടുത്തത്. ഉണ്ണിയെ തുടർന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഈ ഒരു കാർട്ടൂണിസ്റ്റിന് സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലപാട് തറ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാലം മാറിയപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിൽ ഗാർഡിയനിൽ നിന്ന് വരെ അവരുടെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റിനെ പുറത്താക്കുന്ന ഒരു കാലം വന്നപ്പോൾ ലോകമെമ്പാടും വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ നീരാളി കൈകൾക്ക് ശക്തി പകരുന്ന രീതിയിൽ മാധ്യമ സംസ്കാരം അപജയിച്ചപ്പോൾ അബുവിനെ പോലുള്ള വലിയ വലിയ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റുകളെ ഓർക്കാതിരിക്കുന്നത് കുറ്റം എന്ന് മാത്രമല്ല പാപം കൂടിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂൺ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടൂണിൽ കാർട്ടൂണിസ്റ്റുകൾക്ക് സഹജമായ ഈ സെൻസ് ഓഫ് ഹ്യൂമറിനെ അദ്ദേഹം ഒന്ന് മറിച്ചിട്ട് എഴുതിയത് ഞാൻ എനിക്ക് ഓർക്കണ്ട. അറ്റ് ലാസ്റ്റ് വി ഹാവ് ഗോട്ട് എ സെൻസർ ഓഫ് ഹ്യൂമർ എന്നാണ്. ഈ സെൻസ് ഓഫ് ഹ്യൂമറിനെ ഒന്ന് സെൻസർ ഓഫ് ഹ്യൂമർ ആക്കിയപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ നിലപാട് ഒരു വലിയ കലാകാരൻ തൻ്റെ കാലഘട്ടത്തിൽ നിർവഹിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. ലോകത്തിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകളെ രേഖപ്പെടുത്തുവാൻ കൂടിയാണ് തൻ്റെ കല എന്ന് തിരിച്ചറിയുന്ന ഈ ബോധ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് രാജാക്കന്മാർക്ക് എതിരെ തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ പത്രപ്രവർത്തനത്തിൻ്റെ എതിർ ശബ്ദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ജനാധിപത്യത്തിൻ്റെ വലിയ ഉപലബ്ധിയാണ് എന്ന് പറയുന്നത് കേൾക്കാം. പക്ഷേ ഇംഗ്ലീഷുകാർ നമ്മളെ പഠിപ്പിച്ച ജനാധിപത്യ ബോധത്തിന് എത്രയോ മുമ്പ് നമ്മുടെ നാട്ടിൽ ഇതുണ്ടായിരുന്നു. ഇന്ത്യ ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വലിയ ജനതയാണ് എന്നൊക്കെ പറയും. അത് ഏറെക്കുറെ സത്യമാണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമായും സത്യമാണെന്നിരിക്കലും ഈ ഡിസെൻറ്റിൻ്റെ, എതിർപ്പിൻ്റെ, വിയോജിപ്പിൻ്റെ, തർക്കത്തിൻ്റേതായിട്ടുള്ള വലിയ പാരമ്പര്യം നമുക്ക് ചരിത്രാതീത കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അമർത്യ സെന്നിൻ്റെ ആ പ്രശസ്തമായ പുസ്തകം നിങ്ങൾ ഓർമ്മിക്കുക, താർക്കികനായിട്ടുള്ള ഇന്ത്യക്കാരൻ, ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്നത്. അല്ല, അദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട് ഈ എതിരഭിപ്രായങ്ങൾ, ഡിസെൻറ്റ് ഒക്കെ പ്രകടിപ്പിക്കുവാനുള്ള ഇന്ത്യക്കാരൻ്റെ ത്വര അതൊരു വലിയ വ്യക്തിവിശേഷമായിട്ട് പോലും പഴയ കാലത്ത് അംഗീകരിച്ചിരുന്നു. അത് രാജാവിനെതിരെയായാലും ഏത് അധികാര സ്ഥാപനത്തിനെതിരെയായാലും. ഇപ്പോൾ മഹാഭാരതത്തിൽ ഭരദ്വാജ മുനിയും ഭൃഗുവും തമ്മിലുള്ള സംസാരം അദ്ദേഹം അതിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഈ ജാതി നിറങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതി സമ്പ്രദായത്തെപ്പറ്റി ഭൃഗു ഭരദ്വാജനോട് സംസാരിക്കുമ്പോൾ ഭരദ്വാജൻ അതിന് മറുപടി കൊടുക്കുന്നത് നമ്മുടെ വികാരവും നമ്മുടെ വിശപ്പും ദാഹവും നമ്മുടെ ഇണചേരാനുള്ള മോഹവും എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ്. പിന്നെ എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ വ്യത്യസ്ത ജാതികളാണ് എന്ന് പറയാനാവുക എന്നാണ്. ദൈവത്തിൻ്റെ മക്കളാണ് ഈ വ്യത്യസ്ത ജാതികളെന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ഒരു പിതാവിന് വ്യത്യസ്തരായിട്ടുള്ള മക്കളുണ്ടാവുക എന്നാണ്. ഇത് വളരെ മുമ്പ് തന്നെ ഈ എതിരഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ, അത് ജാതിയിൽ മാത്രമല്ല ലിംഗപരമായിട്ടുള്ള രണ്ട് ധ്രുവങ്ങളിലും അതുണ്ട്. ഇപ്പോൾ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ പുരാണങ്ങളിലുണ്ട്. സ്ത്രീ തന്നെ ഉയർന്ന് ശബ്ദിക്കുന്ന, ദ്രൗപദി ശബ്ദിക്കുന്നു, യാജ്ഞവൽക്കിൻ്റെ മുമ്പിൽ ഗാർഗി ശബ്ദിക്കുന്നു. സ്ത്രീ കുട്ടിക്കാലത്ത് അച്ഛനാലും യൗവനത്തിൽ ഭർത്താവിനാലും വാർദ്ധക്യത്തിൽ പുത്രനാലും രക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് പറഞ്ഞ ഒരു കാലത്ത് തന്നെ സ്ത്രീ അവൾക്ക് ശബ്ദമുയർത്തേണ്ടുന്ന സന്ദർഭങ്ങളിൽ യഥാവിധി ശബ്ദമുയർത്തിയതായിട്ട് നമ്മൾ പുരാണങ്ങളിൽ വായിക്കുന്നു. അപ്പോൾ ഈ മണ്ണ്, ഇന്ത്യയുടെ മണ്ണ്, അങ്ങനെ എതിരഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്തിരുന്ന ഒരു മണ്ണ് കൂടിയാണ് എന്നുള്ളത് ജനാധിപത്യം മാത്രം പഠിപ്പിച്ച ഒരു മൂല്യമല്ല. അത്
മനുഷ്യ ജീവിതത്തെപ്പറ്റി, പ്രപഞ്ചത്തെപ്പറ്റി കൂലങ്കഷമായി ചിന്തിച്ചിരുന്ന ഒരു വലിയ ജനത അതിൻ്റെ ചരിത്ര ആരംഭകാലത്ത് മുതൽ തന്നെ രൂപപ്പെടുത്തി വന്ന ഒരു മനോഭാവത്തിൻ്റെ കൂടി പ്രത്യക്ഷമാണ് എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. ഇപ്പോൾ ചിത്രകലയുടെ സഹോദരനാണ് കാർട്ടൂൺ എന്ന് സാനു മാഷ് പറഞ്ഞു, രണ്ടിനെ ഒരു ഗണത്തിൽ പെടുത്താമെന്ന്. എന്നാൽ ചിത്രകലയിൽ നിന്ന് കാർട്ടൂൺ എങ്ങനെയാണ് സവിശേഷമായി വ്യതിരിക്തമായിരുന്നതെന്ന് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ KCS പണിക്കരെ പോലെയും രാജാ രവിവർമ്മയെ പോലെയും നേരത്തെ സൂചിപ്പിച്ച രാമേന്ദ്രനെ പോലെയും അതിഗംഭീരന്മാരായിട്ടുള്ള ചിത്രകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു നാടാണ് കേരളം. അത് ഇന്ത്യക്ക് വേണ്ടി മാത്രമല്ല, അബു നേരത്തെ മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് പോയതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരുടെ സർഗവൈഭവം കേരളത്തിൽ നിന്ന് ആദ്യം പുറത്തേക്കും അവിടെ നിന്ന് ലോകത്തേക്കും വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ രാജാ രവിവർമ്മയെല്ലാം സൃഷ്ടിച്ച ആ വലിയ പാരമ്പര്യത്തിന് സമാന്തരമായിട്ടാണ് പിൽക്കാലത്താണെങ്കിലും കാർട്ടൂണിൽ മഹത്തായ കാർട്ടൂണിസ്റ്റുകളുടെ ഒരു പരമ്പര മലയാളികളിൽ നിന്ന് ഉരുവായി വന്നത് എന്ന് നമുക്ക് കാണാം. എന്താണ് പെയിൻറ്റിങ്ങും കാർട്ടൂണും തമ്മിലുള്ള പ്രധാന വ്യത്യാസമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അത് വർണ്ണരാജിയുടെ സവിശേഷ വിന്യാസങ്ങളായിട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സ് തോന്നുമെങ്കിലും അത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം പൊളിറ്റിക്സാണ് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ചിത്രകല രാഷ്ട്രീയത്തെ ഉൾവഹിക്കാൻ ബാധ്യസ്ഥമല്ല എങ്കിൽ കാർട്ടൂൺ നിശ്ചയമായിട്ടും ഒരു രാഷ്ട്രീയ ബോധ്യമാണ്. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് മേക്കേഴ്സ് എന്ന് കാർട്ടൂണിസ്റ്റുകളെ വിളിക്കുന്നത്. ആർഗ്യുമെൻറ്റേറ്റീവിൻ്റെ ആർഗ്യുമെൻ്റ് നമ്മുടെ ഇന്ത്യക്കാരൻ്റെ തർക്കം എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ്റെ സ്വഭാവമാണെങ്കിൽ ആ താർക്കികതയിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്തിക്കുന്ന ഒരു സവിശേഷ സ്ഥാനം കാർട്ടൂണിസ്റ്റുകൾക്ക് ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഇതിപ്പോൾ തിരുവനന്തപുരത്തെ കുതിരമാളികയിൽ പോയപ്പോൾ ഇതിൻ്റെ സാധ്യതയെപ്പറ്റി ഞാൻ ആലോചിക്കുകയുണ്ടായി. അവിടെ സ്വാതി തിരുനാളിൻ്റെ 2 തരമുള്ള പെയിൻറ്റിങ്ങുകൾ കുതിരമാളിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു പെയിൻറ്റർ ചെയ്തിട്ടുള്ള സ്വാതി തിരുനാളാണ്. 2 മലയാളിയായിട്ടുള്ള അക്കാലത്തെ ഇപ്പോഴും പേര് തിരിച്ചു വായിക്കാൻ സാധിക്കാത്ത ഒരു അടിക്കുറിപ്പാണ്. അതുകൊണ്ട് അത് ഈ ചിത്രകാരനാരാന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യം, മലയാളിയായിട്ടുള്ള ഈ ഛായാചിത്രകാരൻ, ഈ പോർട്രേറ്റ് വരച്ച ആൾ സ്വാതി തിരുനാളിനെ വരച്ചത് നമ്മളെല്ലാവരും കാണുന്ന അതിസുന്ദരനായിട്ടുള്ള സ്വാതി തിരുനാളിനാണ്. തലചരിച്ച് വിടർന്ന കണ്ണുകളോടെ മന്ദസ്മേര മുഖനായിരിക്കുന്ന അതിഗംഭീരനായ ഒരു രാജകീയ പ്രൗഢിയുള്ള സ്വാതി തിരുനാളിനാണ്. എന്നാൽ അതിൽ നിന്നും അധികം, അതിൻ്റെ ബ്രാക്കറ്റിൽ വർഷം എഴുതിയിട്ടുണ്ട്, അതിൽ നിന്ന് അധികം വർഷത്തിൽ വ്യത്യാസമില്ലാതെ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ചിത്രകാരൻ വരച്ച പെയിൻറ്റിങ്ങിൽ സ്വാതി തിരുനാൾ വിരൂപനാണ്. ക്ഷയം പിടിച്ച് ഉണങ്ങി എഴുന്നേറ്റ് നടക്കാൻ പോലും പാങ്ങില്ലാതെ കട്ടിലിൽ ഒരു കൈ ചാരി എത്ര നേരം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുത്തു എന്ന് നമുക്ക് തന്നെ ഊഹിച്ചാൽ പിടികിട്ടാത്ത മട്ടിലുള്ള ഒരു കൃശഗാത്രനായിട്ടുള്ള രോഗബാധിതനായിട്ടുള്ള സ്വാതി തിരുനാളാണ്. എന്താണ് അതിൻ്റെ കാരണം? മഹാരാജാവിൻ്റെ മുമ്പിൽ മഹാരാജാവിനെ മോശമായിട്ട് ചിത്രീകരിച്ചാൽ, വിരൂപനായിട്ട് ആസിറ്റീസ് ചിത്രീകരിച്ചാൽ നമ്മുടെ ചിത്രകാരന് അധികം നാളൊന്നും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. എന്നാൽ ബ്രിട്ടീഷുകാരന് ആ ഒരു പ്രതിബന്ധമില്ല. അവൻ്റെ മുമ്പിൽ കാണുന്ന രൂപം എന്താണോ അങ്ങനെ വരയ്ക്കുവാൻ അവന് സാധ്യമാണ്. അതാണ് ഈ ചിത്രകലയിലെ രാഷ്ട്രീയം, അധികാരത്തിന് മുമ്പിലുള്ള രാഷ്ട്രീയം ചിത്രകലയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി. അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ പഴയ കാലത്തിൻ്റെ താർക്കിക സ്വഭാവത്തെ വീണ്ടെടുത്തുകൊണ്ടും ചാക്യാരിലൂടെയും മറ്റും കുഞ്ഞുനമ്പ്യാരിലൂടെയും മറ്റും നമ്മുടെ ഭൂമികയിൽ മലയാള ഭൂമിയിൽ പ്രചരിച്ച് ശക്തിപ്പെട്ട ഈ വിഡംബനത്തെയും അധികാരത്തെ വിഡംബനം ചെയ്യാനുള്ള കഴിവിനെയും പൊലിപ്പിച്ചെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകൾ അവരുടെ സർഗജീവിതം തുന്നിയെടുത്തത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ നിരവധിയായിട്ടുള്ള അതിഗംഭീരന്മാർ, ഇപ്പോൾ ചിത്രകലയിൽ നിന്ന് വ്യത്യാസത്തെപ്പറ്റി പറഞ്ഞപ്പോൾ കൊല്ലത്തും ആലപ്പുഴയിലുമായിട്ട് ഉണ്ടായ അക്കാലത്തെ പ്രധാനപ്പെട്ട 2 കാർട്ടൂണിസ്റ്റുകൾ അബു എബ്രഹാമിനും ഒപ്പം തന്നെ ഓർക്കേണ്ട മറ്റൊരു പേര് സാമുവേലിൻ്റെതാണ്. എനിക്ക് തോന്നുന്നു സാമുവേൽ പോയ ഒഴിവിലേക്കാണെന്നു എക്സ്പ്രസ്സിൽ അബു എബ്രഹാമിനെ നിയമിച്ചത്. ഈ സാമുവേൽ അന്തരിച്ചപ്പോൾ 2002 അദ്ദേഹം മരിച്ചത്. അദ്ദേഹം മരിച്ചപ്പോൾ വന്നൊരു കുറിപ്പിൽ അബു എബ്രഹാമുമായിട്ടുള്ള ചെറിയൊരു സ്പർദ്ധയെ പറ്റിയൊരു സൂചന വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്.
അതെങ്ങനെയാണ്? സാക്കിർ ഹുസൈൻ, ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള സാക്കിർ ഹുസൈൻ മരിച്ച സന്ദർഭത്തിൽ ഒരു പനിനീർ പൂവ് സാക്കിർ ഹുസൈൻ്റെ മൃതദേഹത്തിലേക്ക് കണ്ണുനീര് തുള്ളികൾ പൊഴിക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം അബു ഇബ്രാഹിം വരച്ചു. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടെ പോക്കറ്റ് കാർട്ടൂണിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സാമുവേൽ പ്രതികരിച്ചു. അതായത് റോസാപ്പൂവിൻ്റെ തണ്ടിന് താഴെ വരച്ചിട്ടുള്ള ഇലകൾ 2 ഇലകൾ ആയിട്ടാണ്. ഈ ബോട്ടണി പഠിച്ചവർക്ക് അറിയാം, അത് മോണോകോട്ടിലിഡൻ, ഡൈകോട്ടിലിഡൻ എന്ന് പറയും. ഈ ഇല നമ്മൾ 2 ഇല എന്ന് പറയുന്ന മട്ടിലുള്ള അതായിട്ടാണ് വരച്ചിട്ടുള്ളത്. അത് അബുവിനറിയില്ല ഈ പനിനീർ പുഷ്പത്തിൻ്റെ ഇല എ ബഞ്ച് ഓഫ് ലീവ്സ് ആണ് എന്നുള്ളത്. അതായത് ഒരു കൂട്ടം ഇലകൾ, ഇങ്ങനെ ഒരു സമൂഹം 2 ഇലയായിട്ട് അപ്പുറം നിൽക്കുന്ന ഒന്നല്ല പനിനീർ പുഷ്പത്തിനുള്ളത് എന്ന് സാമുവേൽ വിമർശിച്ച് എഴുതിയിരുന്നതായിട്ട് ഞാൻ അന്ന് വായിച്ചത് ഓർമ്മയുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ടും അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ ആസിറ്റീസ് തൻ്റെ മുമ്പിൽ കാണുന്ന ഇമേജിനെ, പ്രതിബിംബത്തെ അതേപോലെ വരച്ചു വയ്ക്കലല്ല കാർട്ടൂണിസ്റ്റിൻ്റെ ധർമ്മം എന്നറിയാവുന്ന, ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ഒരാൾ ചെയ്ത കലാരൂപമായതുകൊണ്ടാണ് ഉറപ്പായിട്ടും അങ്ങനെ 2 ഇലകളായിട്ട് അബു വരച്ചത് എന്നുള്ളത് ഉറപ്പാണ്. ഞങ്ങളുടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അബു ഇബ്രാഹിമിൻ്റെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ഒരു പരമ്പര, ആനയും കാക്കയും ചേർന്നുള്ളൊരു പരമ്പര മേമ്പൊടി എന്നുള്ള പേരിൽ ആഴ്ചപ്പതിപ്പിൽ കണ്ടച്ച കുറേ കാലം മുമ്പ് MT വാസു എന്ന പത്രാധിപർ എഴുതുന്ന കാലത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 27 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ കാലം തുടങ്ങിയ ആ സമയമാണ്. അപ്പോൾ സഹദേവൻ എന്ന് പറയുന്ന അസിസ്റ്റൻ്റ് എഡിറ്റർ അബുവിൻ്റെ ഈ കാർട്ടൂൺ കിട്ടിയാലുടൻ, ഇംഗ്ലീഷ് കാർട്ടൂൺ കിട്ടിയാലുടൻ അത് MTയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കാണാം. അപ്പോൾ ഒരുപാട് സാഹിത്യ തൽപരരായിട്ടുള്ള, അബുവിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് യുവ പത്രപ്രവർത്തകർ തിങ്ങി നിറഞ്ഞ ഒരു മാതൃഭൂമി പോലത്തെ ഒരു പത്രസ്ഥാപനത്തിൽ പക്ഷേ MT അധികമൊന്നും ഈ സ്ക്രിപ്റ്റിൽ കൈവയ്ക്കാത്ത, അതായത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കാൻ ഒരുപാട് ജോലിക്കാർ വേറെയുണ്ട്. അദ്ദേഹം അത് സ്വന്തം നിലയ്ക്കാണ് വിവർത്തനം ചെയ്യുക. മേമ്പൊടി എന്നുള്ള പേരിട്ടത് അദ്ദേഹമാണ്. അബുവിൻ്റെ ലളിതവും ശക്തവുമായിട്ടുള്ള ഇംഗ്ലീഷ്, ലളിതവും ശക്തവുമായിട്ടുള്ള മലയാളത്തിലെ MT തത്സമയം അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് വിടുന്നത് കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. ഈ സാഹിത്യം ഒരു വലിയ സാഹിത്യകാരൻ ആദരിക്കുന്ന തരത്തിലുള്ള സാഹിത്യപരമായിട്ടുള്ള ഒരു അധിക സൗഭാഗ്യം അബുവിൻ്റെ കാർട്ടൂണിലുണ്ട് എന്നുള്ളതാണ് മറ്റ് കാർട്ടൂണിസ്റ്റുകളെ നിന്ന് അബുവിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആ സൗഭാഗ്യം ഉള്ള നിരവധി കാർട്ടൂൺസ് നമുക്കുണ്ട്. പ്രധാനമായിട്ട് OV വിജയനെ പറ്റി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അക്ഷരത്തിലും വരയിലും ഒരുപോലെ. ഇപ്പോൾ ശ്രീ ഉണ്ണി ആ പരമ്പരയിൽപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് അബുവിൻ്റെ കാർട്ടൂണുകളെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള കുറിപ്പ് ഞാൻ 2-3 വട്ടം ഇരുന്ന് വായിച്ചു. അത് മലയാള സാഹിത്യം, മലയാള ഗദ്യം അതിമനോഹരമായി പ്രയോഗിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന മട്ടിലാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത്. വെറുതെ ഒരു കാർട്ടൂണിസ്റ്റ് എഴുതിയ മലയാളമല്ല. വരേണ്യനായിട്ടുള്ള, വരേണ്യൻ എന്നുള്ള വാക്ക് പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് അറിഞ്ഞൂടെ, എന്തായാലും മികവാർന്ന ഒരു വലിയ ആത്മാവ് മാത്രം സാധിക്കുന്ന മട്ടിലാണ് അദ്ദേഹം അതിൻ്റെ ആ അബുവിനെ സംഗ്രഹിച്ചിട്ടുള്ളത്. അബുവിൻ്റെ സർഗസബരിയെ പിൽക്കാലത്തെ ഒരു കാർട്ടൂണിസ്റ്റ് സംഗ്രഹിച്ചിട്ടുള്ള വാക്കുകൾ നിങ്ങൾ വായിച്ചാൽ അറിയാൻ പറ്റും. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ വിളിക്കുന്നു. അതുകൊണ്ട് OV വിജയൻ, ഇപ്പോൾ ധർമ്മപുരാണം എഴുതിയ OV വിജയൻ ധർമ്മപുരാണത്തിൽ നിർവഹിച്ചത് ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിക്കുന്ന വലിയ പൊളിറ്റിക്കൽ കാർട്ടൂൺ ആണ് എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. അത് തമ്മിൽ വരയുടെയും അക്ഷരത്തിൻ്റെയും അതിർത്തികൾ ഉടച്ച് തമ്മിൽ കലരുന്ന മാന്ത്രികത വിജയൻ പലപ്പോഴും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അബുവിലും അത് കാണാമെന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ അധികാരത്തോടെ, ഇപ്പോൾ അബുവിൻ്റെ പ്രശസ്തമായ പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗെയിംസ് ഓഫ് എമർജൻസി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അടിയന്തരാവസ്ഥയുടെ കളികൾ എന്നാണ്. ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്നൊക്കെ പറയുന്ന പരമ്പരയൊക്കെ ഉണ്ടാക്കുന്ന ഇത്രയും മുമ്പ് ഈ അധികാരത്തെ സംബന്ധിക്കുന്ന ഒരു പുസ്തകത്തിന് അദ്ദേഹം ഇട്ട പേരാണ് ഗെയിംസ് ഓഫ് എമർജൻസി എന്നുള്ളത്. ഈ അധികാരത്തിനെയും ക്രിയേറ്റിവിറ്റിയും സമാസമം മുഖാമുഖം നിർത്തുവാനുള്ള ആ കെൽപ്പിനെയാണ് നമ്മൾ
വലിയ കലാകാരനെ എഴുത്തുകാരനെ അളക്കുവാനുള്ള ഒരു മാപിനിയായിട്ട് വിചാരിക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് കൽപ്പന എന്നുള്ള വാക്കിനെ പറ്റി. കൽപ്പന എന്നുള്ള വാക്ക് മലയാളത്തിൽ മാത്രം അധികാരത്തിൻ്റെ കൽപ്പന, എ ഡിക്രി, തീട്ടൂരം, അല്ലെങ്കിൽ ഒരു മുകളിൽ നിന്നുള്ള ഒരു ആജ്ഞ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കൽപ്പന എന്നുള്ള, രാജകൽപ്പന എന്നുള്ള വാക്ക്. എന്നാൽ മലയാളത്തിൽ അത് കവികൽപ്പന എന്നുള്ള വാക്കിന് ഉപയോഗിക്കുന്നത് കൽപ്പന എന്നുള്ള വാക്ക് തന്നെയാണ്. ഈ മുഖാമുഖം നിൽക്കുവാനുള്ള ത്രാണിയാണ് നമ്മുടെ ചെറിയ ഭാഷ ഈ കൽപ്പന എന്നുള്ള വാക്കിൽ മാത്രം ഒളിപ്പിച്ചു വച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ജീവിതം തന്നെ ഉദാഹരണമാണ്. ആയില്യം തിരുനാളിന് ശേഷം അധികാരമേറ്റെടുത്ത വിശാഖം തിരുനാൾ ഈ രാജരവിവർമ്മയായിട്ടുള്ള പുലർത്തിയിടുന്ന മാനസിക ഭാവം നമുക്കെല്ലാവർക്കും അറിയാം. തിരുവിതാംകൂറിൽ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ നിർമ്മിക്കുവാൻ, എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു തുണ്ട് ഭൂമി കൊടുക്കുകയില്ല എന്ന് വിശാഖം തിരുനാൾ വാശി പിടിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ പരമപ്രതാപിയായിട്ടുള്ള ഈ രാജാവിൻ്റെ മുമ്പിൽ പുറത്തുനിന്ന് വരുന്ന വിദേശികളൊക്കെ രാജാവിനെ വണങ്ങുന്നതിന് മുമ്പ് അതിഗംഭീരനായ ഒരു ചിത്രകാരൻ, രാജരവിവർമ്മയുടെ പേരിൽ രാജാവെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജകുടുംബത്തിൽ നേരിട്ട് രാജാവല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കിളിമാനൂർ കൊട്ടാരത്തിലെയായിരുന്നു. അവിടെ നിന്ന് ദത്തെടുക്കുന്ന പെണ്ണുങ്ങളെയാണ് ഇവിടെ രാജകുമാരിമാരാക്കിയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രാജരവിവർമ്മ ഇരിക്കുമ്പോൾ രാജരവിവർമ്മയെ വണങ്ങുക എന്നുള്ളത് ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ശീലമായതുകൊണ്ട് അതിൽ അസൂയാലുവായിട്ടുള്ള വിശാഖം തിരുനാൾ ആ അസൂയ പോക്കുവാൻ വേണ്ടി മാത്രം, അതാണ് ശരിക്കും രാജരവിവർമ്മയുടെ കഥയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ചലച്ചിത്രകാരന്മാർ ചെയ്യേണ്ട ഒരു പ്രമേയം. ഈ അധികാരവുമായിട്ട് ഇയാൾ എങ്ങനെയാണ് കലഹിച്ചതെന്നുള്ളത്. അല്ലാതെ ഈ രംഗ് രസിയ എന്നൊക്കെ പറഞ്ഞ് പടമെടുത്തിട്ട് അതിനകത്ത് രവിവർമ്മ പെണ്ണുങ്ങളുടെ അരക്കെട്ടിൻ്റെ വളവ് വരയ്ക്കാൻ വേണ്ടി പാത്ത് നടന്ന കഥയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഈ അധികാരത്തിന് മുമ്പിൽ എങ്ങനെയാണ് ഒരു കലാകാരൻ ആ സമയത്ത് പ്രതികരിച്ചതും ജീവിച്ചതും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഏതോ ഒരു റെസിഡൻറ്റോ മറ്റോ വന്നപ്പോൾ രണ്ട് കസേരകളായിട്ട് ഇരിക്കുന്ന ഈ ബ്രിട്ടീഷ് അധികാരിയും ഈ വിശാഖം തിരുനാൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ രവിവർമ്മ അവിടെ വന്നപ്പോൾ ഈ ബ്രിട്ടീഷുകാരൻ പൊടുന്നനെ ചാടി എഴുന്നേറ്റു. അത്ര രവിവർമ്മയെ കണ്ട് ബഹുമാനം കാണിച്ചു, നിന്ന് സംസാരിച്ചു. അപ്പോൾ വിശാഖം തിരുനാൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ മോശമാണ്, രണ്ടുപേരും നിന്ന് സംസാരിക്കുമ്പോൾ ഒരാളിരിക്കുന്നത് മോശമാണ്. അപ്പോൾ വിശാഖം തിരുനാളിലും ഈ രവിവർമ്മ വന്നത് ഈ അപേക്ഷയായിട്ടാണ്, എനിക്കിവിടെ ഒരു സ്റ്റുഡിയോ പണിയാനായിട്ട് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞ അപേക്ഷയായിട്ടാണ്. പക്ഷേ ഈ ബഹുമാനം കണ്ടപ്പോൾ വിശാഖം തിരുനാൾ എഴുന്നേറ്റ് നിന്ന് പോലും. അങ്ങനെ മുഴുവൻ സമയം ഈ മഹാരാജാവിന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കേണ്ടി വന്നു. അത് ഈ കൽപ്പനയുടെ രണ്ട് ഭാഗമാണ്. അധികാരിയുടെ കൽപ്പനയും കലാകാരൻ്റെ കൽപ്പനയും മുഖാമുഖം നിന്ന ഒരു സന്ദർഭമാണ് ചരിത്രത്തിൽ. ഈ ഒരു വലിപ്പം ആണ് ഒരു പക്ഷേ ഒരു വലിയ കലാകാരനെ കലാധിവർത്തിയാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മൈക്കലാഞ്ചലോയെ പറ്റി ഞാൻ കണ്ട പല സിനിമകളിലൊന്നിൽ മാർപ്പാപ്പ 13-ാമൻ മൈക്കലാഞ്ചലോയുടെ ഈ സിസ്റ്റീൻ ചാപ്പലിൻ്റെ ഡോമിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ക്രിയേഷൻ ഓഫ് ആദം എന്ന് പറയുന്ന ചിത്രം വരയ്ക്കുവാനുള്ള കോൺട്രാക്റ്റ് ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ അന്ന് മാർപ്പാപ്പ തന്നെ കുതിരപ്പുറത്ത് നേരിട്ട് പോയി ഈ കുരിശുയുദ്ധങ്ങളൊക്കെ നടത്തുന്ന കാലമാണ്. ചോരപുരണ്ട വസ്ത്രവുമായിട്ട് മാർപ്പാപ്പ വന്നിട്ട് ഈ തട്ടടിച്ച് കിടന്ന് ക്രിയേഷൻ ഓഫ് ആദം വരയ്ക്കുന്ന മൈക്കലാഞ്ചലോയോട് എവിടം വരെ എത്തി എന്ന് ചോദിക്കുന്ന സന്ദർഭം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അധികാരി ഒരു കലാകാരനെ മുഖാമുഖം കാണുകയാണ്. ഇപ്പോൾ പറഞ്ഞ ഡേറ്റ് തീരുമോ എന്ന സംശയമാണ്. അയാളെ സംബന്ധിച്ച് മൈക്കലാഞ്ചലോ അയാളുടെ കൂലിപ്പണിക്കാരനാണ്. എന്ന് തീരും എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് അന്നത്തെ ആ സംവിധായകന് എടുത്തിരിക്കുന്ന ആംഗിള് പ്രതാപിയായ ദൈവത്തെ പോലെ മൈക്കലാഞ്ചലോ ഈ തട്ടിന് മുതൽ എഴുന്നേറ്റേക്കുന്നൊരു പടമാണ്. താഴെ മാർപ്പാപ്പ വളരെ ഉറുമ്പ് പോലെ കാണിച്ചിട്ടുള്ളൊരു ആംഗിളാണ്. എന്നിട്ട് ഈ മൈക്കലാഞ്ചലോ മാർപ്പാപ്പയോട് പറയുന്നു, എനിക്ക് തോന്നുമ്പോൾ ഞാൻ തീർക്കും. ഞാൻ കലാകാരനാണ്, നിങ്ങളെക്കാൾ എത്രയോ മുകളിലാണ് എന്ന് ആ വിഷ്വൽ സാങ്കേതികമായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതുപോലെ ഈ സർഗാത്മകമായിട്ടുള്ള ഈ ഊറ്റം ഉള്ളിലുള്ളവരെയാണ് നമ്മൾ പിൽക്കാലത്ത് വലിയ എഴുത്തുകാരനായി, വലിയ ചിത്രകാരനായി, വലിയ സംഗീതജ്ഞനായി, വലിയ ശില്പിയായി. നേരത്തെ കാനായി കുഞ്ഞിരാമനെ പറ്റി പറഞ്ഞു. യക്ഷിയെ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹം അനുഭവിച്ച വലിയ കെടുതികളെപ്പറ്റി അടുത്ത കാലത്തും കൂടി അദ്ദേഹം എന്നോട് മാതൃഭൂമിക്ക് വേണ്ടി ഒരു സംഗതിക്ക് വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യസഭ അംഗമായിരുന്നിട്ടും
അധികാരത്തിൻ്റെ ദുഷ്ചെയ്തികളെ വിമർശിക്കുവാൻ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ബാത്ത് ടബിൽ കിടന്നുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ആ ചിത്രം പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അത് ഓർക്കുമ്പോൾ ഇനി ആരെങ്കിലും അവിടെ കാത്തിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒപ്പിടാനായിട്ട്. അയാൾ സദാ ബാത്ത് ടബിലാണ് കിടക്കുന്നത്, പുറത്തേക്ക് വരാൻ വയ്യ. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കാർട്ടൂണുകൾ വരച്ച് ഗെയിംസ് ഓഫ് എമർജൻസി എഴുതിയ ആ വലിയ മനുഷ്യനെ തൻ്റെ മക്കൾക്ക് രാമൻ്റെയും മുഹമ്മദിൻ്റെയും ഭാര്യമാരുടെ പേരുകളിട്ട തൻ്റെ പേരിലെ എബ്രഹാം എന്നുള്ള പേര് ജൂത പരാമർശം സൃഷ്ടിച്ചേക്കുമോ എന്ന ഭയം കൊണ്ട് പത്രാധിപരുടെ നിർബന്ധം കൊണ്ട് അബു എന്നുള്ള ഒരു ചെറിയ ചെല്ലപ്പേരിലേക്ക് ഒതുക്കിയ ആ വലിയ മനുഷ്യനെ ഓർമ്മിക്കുന്ന ഈ സന്ധിയിൽ നിങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചതിലും അദ്ദേഹത്തിൻ്റെ മക്കളെ നേരിട്ട് കാണാൻ സാധിച്ചതിലുമുള്ള സന്തോഷം നേരിട്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും മഹാരാജസിൽ എൻ്റെ ഗുരുക്കന്മാരുടെയും പൂർവികനായിരുന്ന സാനു മാഷിനെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞ സാന്നിധ്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി വന്നിരിക്കുവാനും സാധിച്ചിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.